ഹൂതികൾ സംഹാര താണ്ഡവമാടുന്നു. US-നോടോ ഇസ്രായേലിനോടോ താരതമ്യപ്പെടുത്താൻ കഴിയില്ല ഹൂതികളെ. ഇറാന്റെ പിന്തുണയുള്ള ഒരു സായുധ ഗ്രൂപ്പ് മാത്രമാണ് ഹൂതികൾ. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരേ സമയം US-നും ഇസ്രായേലിനും നേരെ ആക്രമണം നടത്തുകയാണിവർ. ഒരുപക്ഷെ ഹൂതികൾ അയക്കുന്ന ആയുധങ്ങളെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ US-നും ഇസ്രായേലിനും സാധിക്കുന്നുണ്ടാവാം. എന്നാൽ ഭീതിയുടെ നിഴലിൽ കഴിയുകയാണ് ഇസ്രായേൽ. നിരന്തരം ഹൂതികൾ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുന്നു. ഇതോടെ ഇസ്രായേലിൽ സൈറൻ മുഴങ്ങുന്നു. ജനങ്ങൾ ബോംബ് ഷെൽട്ടറുകളിൽ അഭയം തേടുന്നു. ഇതിങ്ങനെ നിരന്തരം തുടരുന്നു. കഴിഞ്ഞ ദിവസവും ഹൂതികൾ ഇസ്രായേലിനെയും ചെങ്കടലിലെ US യുദ്ധക്കപ്പൽ USS ഹാരിസ് ട്രൂമാനെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തി. ഇസ്രായേലിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയെന്നാണ് ഹൂതികൾ ഇപ്പോൾ അവകാശപ്പെടുന്നത്. ടെൽ-അവീവിലെ IDF കേന്ദ്രത്തിൽ ഡ്രോൺ ആക്രമണം നടത്തിയെന്ന് ഹൂതികൾ പറയുന്നു. ആക്രമണം വിജയകരമായിരുന്നു എന്നും ഹൂതികൾ അവകാശപ്പെടുന്നു. പലസ്തീനികളുടെ നിലനിൽപ്പിനുള്ള പോരാട്ടത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ ആക്രമണം കടുപ്പിക്കുമെന്നും ഹൂതികൾ മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസമാണ് USS ട്രൂമാന് നേരെ മൂന്നാമതും ഹൂതികൾ ആക്രമണം നടത്തിയത്. കഴിഞ്ഞ 48 മണിക്കൂറിൽ യുദ്ധക്കപ്പലിന് നേരെ ഹൂതികൾ നടത്തുന്ന മൂന്നാമത്തെ ആക്രമണമാണിത്. മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ഹൂതികൾ യുദ്ധക്കപ്പൽ ആക്രമിച്ചത്. എന്നാൽ യുദ്ധക്കപ്പൽ ആക്രമിച്ചെന്ന റിപ്പോർട്ട് US സേന നിരാകരിച്ചു. 100 മൈൽ അപ്പുറത്ത് വെച്ച് തന്നെ ആക്രമണം പ്രതിരോധിച്ചെന്നാണ് US അവകാശപ്പെടുന്നത്. ഹൂതി ഭീഷണികൾക്കിടയിലും യുദ്ധക്കപ്പൽ സജീവമാണെന്നും US സേന അറിയിച്ചു. യമനിലെ സനയിൽ തുടർച്ചയായി ആക്രമണം നടത്തുകയാണ് US. പിന്നാലെയാണ് ഹൂതികൾ മറുപടി നൽകിയത്. അതിനിടെ ഇസ്രായേലിലെ ബെൻ ഗുരിയോൺ എയർപോർട്ടിനെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി ഹൂതികൾ അവകാശപ്പെട്ടു. വിജയകരമായി ഹൂതികൾ ലക്ഷ്യം നേടിയതായി ഹൂതി സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ യഹ്യ സാരി ചൊവ്വാഴ്ച പറഞ്ഞു. സൈറനുകളും സ്ഫോടനങ്ങളും ജെറുസലേമിലും ടെൽ-അവീവിലും മധ്യ ഇസ്രായേലിലും മുഴങ്ങി. യമനിൽ നിന്ന് തൊടുത്തുവിട്ട മിസൈൽ തകർത്തതായി ഇസ്രായേലും അറിയിച്ചു. അടിച്ചമർത്തപ്പെട്ട പലസ്തീൻ ജനതയെ പിന്തുണച്ചുകൊണ്ട് അവരുടെ ധീരമായ മഹത്തായ പ്രതിരോധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഹൂതി മിസൈൽ സേന ബെൻ ഗുരിയോൺ എയർപോർട്ടിനെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തി. 2 മിസൈലുകളാണ് ഇസ്രായേലിന് നേർക്ക് തൊടുത്തുവിട്ടത്. ഒന്ന് സുൽഫിക്കർ ബാലിസ്റ്റിക് മിസൈലും രണ്ടാമത്തേത് ഹൈപ്പർസോണിക് ഫലസ്തീൻ 2 മിസൈലും ഹൂതികൾ അറിയിച്ചു. ഹൂതി മിസൈലുകൾ ഇസ്രായേലിലേക്ക് പാഞ്ഞതോടെ സൈറനുകൾ മുഴങ്ങി. ഇസ്രായേൽ ജനത ബോംബ് ഷെൽട്ടറുകളിൽ അഭയം തേടിയതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആക്രമണം നടന്നതായി ഇസ്രായേൽ സേന സ്ഥിരീകരിച്ചിട്ടുണ്ട്. മിസൈലുകളെ എയർ ഡിഫൻസ് സംവിധാനം വിജയകരമായി പ്രതിരോധിച്ചതായും സേന വ്യക്തമാക്കി. രാജ്യാതിർത്തി കടക്കുന്നതിന് മുമ്പ് തന്നെ മിസൈലുകളെ വെടിവെച്ചിട്ടതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു. പ്രതിരോധിച്ചതിനെ തുടർന്ന് മിസൈൽ അവശിഷ്ടങ്ങൾ താഴേക്ക് പതിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. ആക്രമണത്തിൽ ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആക്രമണത്തെ തുടർന്ന് മധ്യ ഇസ്രായേലിലും ജെറുസലേമിന് സമീപമുള്ള ജൂത സെറ്റിൽമെൻറ്റുകളിലും സൈറൻ മുഴങ്ങി. കഴിഞ്ഞ ആഴ്ച മുതൽ ഇതുവരെ 6 തവണയാണ് ഇസ്രായേലിലേക്ക് ഹൂതികൾ ആക്രമണം നടത്തിയത്. ഇസ്രായേൽ ഗസയിൽ ആക്രമണം തുടങ്ങിയതോടെയാണ് ഇസ്രായേൽ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് യമനിലെ സായുധ ഗ്രൂപ്പായ ഹൂതികൾ ആക്രമണം നടത്തിയത്. ഗസയിൽ ആക്രമണം അവസാനിപ്പിക്കുന്നതുവരെ ഇസ്രായേലിനെ ലക്ഷ്യമിടുമെന്നാണ് ഹൂതികളുടെ ഭീഷണി. ഹൂതി കേന്ദ്രങ്ങളെ തകർക്കാനാണ് യമനിൽ US അപ്രതീക്ഷിത ആക്രമണം നടത്തിയത്. ഇസ്രായേൽ ലക്ഷ്യമാക്കിയും ചെങ്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന US-ൻ്റെ യുദ്ധക്കപ്പൽ ലക്ഷ്യമിട്ടും ഹൂതികൾ തുടർച്ചയായി ആക്രമണം നടത്തുകയാണ്.